ജെയ് 2025 ദൂരം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. മെയിൻസ് എക്സാം വരുന്ന ജനുവരിയിലും അതേപോലെ ഏപ്രിലുമായിട്ട് നടത്തും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ അഡ്വാൻസ് എക്സാം നടക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻസും അഡ്വാൻസ് പ്രിപ്പറേഷൻസിലേക്കുള്ള ആ ഒരു സമയപരിധിയും അതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സമയത്താണ് നിങ്ങൾ ഇപ്പോൾ സൈലത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ GIBs ഗ്രേഡ് ഇൻ ബാറ്റിലും അതേപോലെ സൈലത്തിൻ്റെ ക്ലാസ്സുകളും ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളിലായിട്ടുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് മൊത്തം ഒരു 300 മാർക്കിൻ്റെ പരീക്ഷയിൽ ശരിക്കും പറഞ്ഞാൽ 150 മുകളിൽ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ പോർഷൻസും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ പരീക്ഷകൾ എഴുതിയാൽ മാത്രമേ ആ ഒരു സ്കോറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതൊക്കെ 2-3 GIBs അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1 GIB ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കുറേയൊക്കെ ധാരണയായി കാണും. സോ ഈ വീഡിയോയും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയും നാളും കഴിഞ്ഞ JEE മെയിൻസിൻ്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ മെയിൻസ് വഴി നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാനാണ് നമ്മൾ പറഞ്ഞിരുന്നു. മെയിൻസ് വഴി നിങ്ങൾക്ക് IIT പോവാം. അതിനൊരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയയാണ് JEE മെയിൻസ് എന്ന് പറഞ്ഞു, IIScസിലും IITസിലോട്ടൊക്കെ. അത് കൂടാതെ തന്നെ NITസിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കുന്ന ഒരു ക്രൈറ്റീരിയൻ കൂടെയാണ് ശരിക്കും JEE മെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മാർക്ക് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പക്ക ഉറപ്പായിട്ട് നിങ്ങളൊരു 99% ഒക്കെ ഉണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് നല്ല NITസിൽ ടോപ്പ് NITs, നമുക്കറിയാം NIT ഒരുപാട് NITs ഉണ്ട്, അതിൽ തന്നെ ടോപ്പ് NITസിൽ നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടും. ഇതിൽ നമുക്ക് മാർക്കിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു NITയിൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് സ്കോർ 180 മുകളിൽ നിങ്ങളെ സ്കോർ ഉയർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 200 മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് പക്കാ പെർഫെക്റ്റ്. പക്ഷേ 180 മുകളിൽ കഴിഞ്ഞൊരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 180 എബോവ് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയായത് അതുകൊണ്ട് തന്നെ 180 എബോവ് നിങ്ങളുടെ മാർക്കുകൾ നിർബന്ധമായും ഉയർത്തുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ മാറ്റണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്കിനനുസരിച്ച് നിങ്ങൾ ഓരോ എക്സാമുകൾ എഴുതുമ്പോഴും അതിന് മുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. ഇൻ കേസ് അതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണോ അതിപ്പം റിവിഷൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പം മാത്സിൽ ഒരുപാട് നേരം ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ സമയം പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം നോക്കി മാത്സിൽ ഒന്നും എഴുതാതെ പോകുന്നതായിരിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ എഫക്ട്സുകൾ ഉണ്ടാവും. നമ്മൾ പറയാറുണ്ട് മാത്സിൽ നിങ്ങൾക്ക് അറിയാവുന്നത്രയും ചോദ്യങ്ങൾ ചെയ്യുക, അത് ഉറപ്പുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും വന്നു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുമ്പോൾ അതിലെ എല്ലാ ചോദ്യങ്ങളും മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അറ്റൻഡ് ചെയ്യുക. അതിൽ കെമിസ്ട്രിയാണ് നിങ്ങളുടെ ലൈഫ് സേവർ. അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ എക്സാമുകൾ എഴുതി ആ ഒരു മാജിക് സ്കോറിലേക്ക് എത്തിച്ചേരാം. മാജിക് സ്കോർ ഉറപ്പായിട്ട് നമുക്ക് 200 എബോവ് തന്നെ കൺസിഡർ ചെയ്യാം. എന്നാലും ഒരു 180 മുകളിലേക്ക് നിങ്ങൾ മെയിൻസിന് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു NITയിലേക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടും സെക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം 2 ഷിഫ്റ്റുകളായിട്ടാണ് പരീക്ഷകൾ എഴുതാൻ സാധിക്കുക. 2 ഷിഫ്റ്റും നിങ്ങൾക്ക് എഴുതാം. കാരണം മെയിൻസിൽ ജനുവരി ഷിഫ്റ്റും ഏപ്രിൽ ഷിഫ്റ്റും നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ ബെസ്റ്റ് സ്കോറാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ പോലും കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കുറവാകുന്ന ഷിഫ്റ്റ് ജനുവരി ഷിഫ്റ്റാണ്. അപ്പോൾ റിപ്പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ജനുവരി ഷിഫ്റ്റ് തന്നെയാണ്. സോ ഈ പറഞ്ഞ ജനുവരി ഷിഫ്റ്റിൽ നിങ്ങൾ നല്ലൊരു മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏപ്രിൽ ഷിഫ്റ്റ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ എഴുതി പോകാൻ സാധിക്കും. അതേപോലെ തന്നെ ജനുവരി ഷിഫ്റ്റിലെ മാർക്ക് നിങ്ങളുടെ കൺസിഡറേഷനിൽ വരികയും ചെയ്യും. എന്നാൽ അത്ര കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഈ പല ഷിഫ്റ്റുകളിലായിട്ട് വരുന്ന പരീക്ഷകളുടെ ഒരു ആവറേജ് ഓൺ ആൻ ആവറേജ് എടുക്കുമ്പോഴും നിങ്ങളൊരു 180 എബോവ് സെക്യൂർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഇപ്പം സൈലത്തിൻ്റെ കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 99% എന്ന് പറഞ്ഞ സ്കീം നമ്മൾ ഉടനെ തന്നെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ GIBs എഴുതാം, ഗ്രേഡ് ഇൻ ബാറ്റിലുകൾ എഴുതി അതിൻ്റെ കൂടെ LMRP പോലെയുള്ള റിവിഷൻ പ്രോഗ്രാമുകൾ നമുക്ക് ഇതിന് ശേഷം വരുന്നുണ്ട്. അതൊരു ബുക്ക്ലെറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് റിവൈസ് ചെയ്ത് പോകാം. നിലവിലിപ്പം കൺസെപ്റ്റുകൾ പഠിക്കുക, GIBകൾ എഴുതുക, അതിനുശേഷം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ അതിൻ്റെ കൂടെ പഠിച്ച് മിനിമം ഒരു 15 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാപ്ചർ ചെയ്യുന്നതനുസരിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളുടെ സ്കോർ നല്ലൊരു NITയിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ സെക്യൂർ ചെയ്യുക. അതിന് കൂടെ നിങ്ങൾ അഡ്വാൻസും എഴുതുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയൊരു വീഡിയോയിലായി ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.